ഇപ്പോൾ 45% വോട്ടുകൾ BJP പാളയത്തിലേക്ക് പോകുന്ന സാഹചര്യവും അവശേഷിക്കുന്ന 55% വോട്ടുകൾ കോൺഗ്രസിനും CPM-നുമായി തിരിയുന്ന സാഹചര്യവുമാണ് നിലവിലുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കി വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺഗ്രസിന്റെ ഭാഗത്ത് കിട്ടാതെ പോകുന്ന വോട്ടുകൾ, നായർ സമുദായത്തിന്റെ വോട്ടുകൾ കൂടി BJP-യിലേക്ക് പോയാൽ ഇവിടെ മലബാർ മേഖലയിലെ സീറ്റുകൾ മുസ്ലിം ലീഗ് ജയിച്ചു വരുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കൂടെയുള്ള UDF-ഉം ജയിച്ചു വരുന്ന സാഹചര്യവും, മലബാറിന് തെക്കോട്ടുള്ള ജില്ലകളിൽ ആ സീറ്റുകൾ അത് വേറുള്ള രീതിയിൽ, അതായത് ഇന്നലെ വരെയുള്ള രാഷ്ട്രീയ സർക്കാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉള്ള പുതിയ തീരുമാനങ്ങളിലേക്ക് പോകുമെന്നുള്ള LDF-ന്റെ കണക്കുകൂട്ടലുകളും അവരുടെ കണ്ടെത്തലുകളുമാണ് അവർ നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS-ന്റെ വോട്ട് ബാങ്കിനെ CPM-മായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഈഴവ സമുദായത്തിൽ നിന്നും BJP-യിലേക്ക് ഒഴുകുന്ന വോട്ടുകൾക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ഈഴവ സമുദായത്തിന്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പമുണ്ടെങ്കിലും ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ 60% ഇന്ന് BJP-യുടെ പാളയത്തിലേക്ക് നേരിട്ടും BDJS മുഖാന്തരവും എത്തിയ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് പാർലമെന്റ് മണ്ഡലവും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ അസംബ്ലിയിൽ വന്ന ലീഡും, അത് കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ BJP-യുടെ വോട്ട് വർധനവും, അതിൽ പല മണ്ഡലങ്ങളിലും അവർക്കുണ്ടായ നേട്ടങ്ങളും അതെല്ലാം വ്യക്തമാക്കുന്നത് കോട്ടയത്തടക്കം ആ മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടായ വോട്ട്, ഒപ്പം തന്നെ ഈഴവ സമുദായത്തിന് ഏറ്റവും സ്വാധീനമുള്ള തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട നാട്ടിക, അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള മണ്ഡലങ്ങൾ, തൃശൂർ ജില്ലയിൽ തൃശൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പല മണ്ഡലങ്ങളിലും അവിടെയെല്ലാം അത്തരത്തിൽ ഒരു നേട്ടം ആ സാമുദായികമായിട്ട് 60% വോട്ടുകൾ അവർക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ 60% വോട്ടുകൾ ഈഴവ വോട്ടുകൾ BJP-ക്കും, 30% വോട്ടുകൾ CPM-നും, 10% വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിനും കിട്ടുന്നത് എന്നുള്ളൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അപ്പൊ 25% ജനസംഖ്യയിൽ 25% ഈഴവ സമുദായത്തിന്റെ 60% വോട്ടുകൾ BJP-ക്ക് പോകുമ്പോൾ ഇവിടെ CPM-ന് കിട്ടുന്നത് അതിന്റെ 30% വോട്ടുകൾ മാത്രമായി ചുരുങ്ങുമ്പോൾ എത്ര ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം വരുന്നുണ്ട്. ആ വോട്ട്